അപ്പോൾ നമ്മുടെ ഗോസ്റ്റ് സ്റ്റോറിയുടെ പാർട്ട് 3 ആണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ആ വീടൊരു പഴയ വീടാണ്. പ്ലസ് അതിൻ്റെ മതിലിനും അത്രയും പഴക്കമുണ്ട്. മതിലിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കിണറുണ്ട്. അപ്പോൾ ഇവള് കാലെടുത്ത് വെച്ചപ്പോൾ ആ മതിലിൻ്റെ ഓരോ പീസുകളായിട്ട് ഇളകിയിട്ട് കിണറ്റിലേക്ക് വീണു. ഇത് കണ്ടതും ഇവൾക്കാകെ പേടിയായിട്ട് ഇവൾ പേടിച്ചിട്ട് ഈ പ്രേത വീടിൻ്റെ സൈഡിലോട്ട് ചാടി. ഇവൾ അങ്ങടാണ് ചാടിയത്. പേടിച്ചിട്ട് ഇവൾക്ക് എങ്ങടാ ചാടേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഇവൾ നേരെ ചാടുന്നത് ആ വീടിൻ്റെ ഫ്രണ്ടിലേക്കാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആകെ പേടിച്ചിരിക്കുക. പ്ലസ് കാരണം അവളുടെ പേടി എന്ന് പറഞ്ഞാൽ അവളൊന്ന് കാലെടുത്ത് വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവൾ ആ കിണറ്റിലേക്ക് വീണേനെ. എന്തോ ഭാഗ്യത്തിന് അവൾ വീണില്ല. അവൾ പേടിച്ചിട്ട് വീടിൻ്റെ അവിടേക്ക് ചാടിയത്. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മളും പാനിക്കായി. നമ്മളുടെ ടെൻഷൻ ഡബിളായി. കാരണം നമുക്കറിയില്ല, നമ്മൾ ഓൾറെഡി നല്ല പേടിച്ചിരിക്കാം. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. നമ്മൾ രണ്ടുപേരും രണ്ടും കൽപ്പിച്ചു അവളുടെ അടുത്തേക്ക് പോയി. അവളുടെ അടുത്തേക്ക് പോയപ്പോൾ അവൾ ആകെ കരഞ്ഞ് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളെ കുറേ ചീത്തൊക്കെ വിളിച്ചു. കാരണം നമ്മളവളെ നോക്കാണ്ട് ഓടിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആകെ പാനിക്കായി. നമ്മൾ പിന്നെ അധികം നേരം അവിടെ നിന്നൊന്നുമില്ല. നമ്മൾ വേഗം തന്നെ മര്യാദയ്ക്കുള്ള വഴി കൂടെ നമ്മൾ വീട്ടിലേക്ക് വന്നു. പക്ഷേ സംഭവം പ്രേതമൊന്നുമല്ല, നമ്മളുടെ ബുദ്ധിയില്ലായ്മ കൊണ്ട് ഉണ്ടാക്കിയ ഓരോരോ അബദ്ധങ്ങൾ. ജസ്റ്റ് എന്തോ ഭാഗ്യം കൊണ്ട് തന്നെ അവൾക്കൊന്നും പറ്റിയില്ല. അവൾ അങ്ങനെ ആ കിണറ്റിലേക്ക് വീണിരുന്നെങ്കിൽ ആലോചിച്ചൊക്കെ. ആ ബുദ്ധിയില്ലാത്ത പ്രായത്തിൻ്റെ ഓരോരോ മണ്ടത്തരങ്ങളായിരുന്നു. അതിനുശേഷം നമ്മൾ അങ്ങനത്തെ പരിപാടികളൊന്നും നിന്നിട്ടില്ല. ഗോസ്റ്റ് സ്റ്റോറി മെമ്മറി ഇത് എൻ്റെ ലൈഫിലുണ്ടായതാട്ടെ. ഇതുപോലെ വേറെ ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ റിയൽ സാധനങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഗോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കുരുത്തക്കേടിനെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ ചേച്ചിയുടെ കോയമ്പത്തൂരെ പഠിച്ചിരുന്നത്. അവിടുത്തെ കുറേ ഗോസ്റ്റ് കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ അടുത്ത സീരീസ് ആയിട്ട് പറയാം കേട്ടോ.